ഹേയ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാവ്ലോവയാണ്. 52 ഗ്രാം എഗ് വൈറ്റ്, 1.5 ടീസ്പൂൺ കോൺഫ്ലോർ, 1/2 കപ്പ് കാസ്റ്റർ ഷുഗർ, 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇതൊക്കെയാണ് നമുക്ക് പാവ്ലോവ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഈ ബൗളിലോട്ട് നമ്മൾ മെഷർ ചെയ്ത് വെച്ചേക്കുന്ന 52 ഗ്രാം മുട്ടയുടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യണം. ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യണം. ഇതിപ്പോൾ നമ്മുടെ മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് പതഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ ക്രീം ഓഫ് ടാർട്ടാർ ഒഴിക്കുകയാണ്. ഇത് എനിക്ക് ആ ഒരു സമയത്ത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 1/2 ടീസ്പൂൺ ക്രീം ഓഫ് ടാർട്ടാർ ഇടുകയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ മുട്ടയുടെ വെള്ളം നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടാനും നല്ല വൈറ്റ് കളർ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രീം ഓഫ് ടാർട്ടാർ ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ഇടുവാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാൻ. നമ്മുടെ കാസ്റ്റർ ഷുഗറാണ്. 3 സ്റ്റെപ്പായിട്ട് വേണം നമ്മൾ ഷുഗർ ഇടാൻ. ഇപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. ബീറ്റ് ചെയ്യണം. വീണ്ടും കുറച്ചുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ മീഡിയം സ്പീഡിൽ നിന്നും ഹൈ സ്പീഡിലോട്ട് മാറ്റണം. ഇനി നന്നായിട്ട് സ്പീഡ് കൂട്ടിയിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് സോഫ്റ്റ് പീക്സ് ആണ്. പക്ഷെ ഇതല്ല നമുക്ക് വേണ്ടത്, സ്റ്റിഫായിട്ട് നിൽക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു 3-4 മിനിറ്റ് കൂടെ ഒന്ന് അടിക്കാം. ടോട്ടൽ ഒരു 7-8 മിനിറ്റ് വേണ്ടി വരും. ഇതാ ഇപ്പോൾ സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും, അത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യണം. ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്യണം. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് ഒന്ന് പൈപ്പ് ചെയ്യാം. കണ്ടു, രണ്ടും 2 മോഡലാണ്. ഇതിനിപ്പോൾ നമ്മൾ ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം അതിലോട്ട് പൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് മിനി പാവ്ലോവയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം എപ്പോഴും പൈപ്പ് ചെയ്യാൻ. ഇതെല്ലാം ഞാനിവിടെ പൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഒരു സ്പൂൺ എടുക്കുക. സ്പൂൺ എടുത്തിട്ട് ഈ അടിഭാഗം കൊണ്ട് ഒന്ന് കുഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ബാറ്ററിൽ തന്നെ ഇതിപ്പോൾ 2 മോഡൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ബാക്കി വന്നതിനെയാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ ഓവനിലോട്ട് 140 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ആ 140 ഡിഗ്രിയിൽ തന്നെ ഒരു 50 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കണം. മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 50 മിനിറ്റിന് ശേഷം ഓവൻ ഓഫ് ആക്കിയതിന് ശേഷം ഈ ഓവൻ്റെ ചൂടിൽ തന്നെ കിടന്നിട്ട് നമ്മൾ ഓവൻ്റെ ഡോർ ഒന്ന് ഫുള്ളൊന്ന് തുറന്നിടണം. എന്നിട്ട് ഇതിനകത്ത് തന്നെ കുക്കാവണം. അപ്പോൾ ഞാനിത് ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ പാവ്ലോവ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഈ ബട്ടർ പേപ്പറിൽ നിന്നും റിമൂവ് ചെയ്തെടുക്കാം. മെല്ലെ മെല്ലെ പതിയെ വേണം എടുക്കാനായിട്ട്. കണ്ടോ? നമ്മുടെ പാവ്ലോവയ്ക്ക് ഒരു ഫില്ലിങ്സ് കൊടുക്കണം. അത് ഞാൻ സ്ട്രോബെറിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് വിപ്പ് ചെയ്ത വിപ്പിംഗ് ക്രീം, നമ്മുടെ ഫ്രഷ് സ്ട്രോബെറി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ സ്ട്രോബെറി കോമ്പൗണ്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഫില്ലിങ് നമുക്ക് ചെയ്യാം. അതായത് നമ്മൾ ഫില്ലിങ്സ് വെക്കാൻ പോവാണ്. ഇനി ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് നമ്മൾ വിപ്പിംഗ് ക്രീം മേളിലോട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന സ്ട്രോബെറി, ഇനി ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് നമ്മൾ നേരത്തെ ചെയ്ത സ്ട്രോബെറി കോമ്പൗണ്ട് ഇതിൻ്റെ മേളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാവ്ലോവ റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ കൊടുത്തേക്കുന്നത് സ്ട്രോബെറി ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.